തീ കത്തലുണ്ടായി ഞങ്ങളുടെ ഫാക്ടറിയിൽ. ഞങ്ങളൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിരുന്ന ഒരു ഗോഡൗൺ മുഴുവൻ കത്തി. ഒരു സാധനം പോലും കിട്ടിയില്ല. എൻ്റെ ഹസ്ബൻഡും മദർ ഇൻ ലോയും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നമ്മുടെ പണിക്കാർക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. നമ്മുടെ കുറേ സാധനങ്ങൾ പോയെന്നല്ലേ ഉള്ളൂ. ഓട്ടോമേഷൻ എന്ന് വെച്ചപ്പം നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, നമ്മുടെ മൂഡ് മാറും. നമ്മളൊരു ലൈറ്റിനോട്ട് കമാൻഡ് കൊടുത്താൽ ലൈറ്റ് അതിനോട് റെസ്പോണ്ട് ചെയ്യും. അതായത് മമ്മൂട്ടിയുടെ വീടുകളിലെയും മോഹൻലാൽ വീട്, ശ്രീനിവാസൻ, പൂർണിമയുടെ ഇന്ദ്രജിത്തിൻ്റെയും വീട്, പിന്നെ നമ്മുടെ ഫിലിം ഡയറക്ടേഴ്സായ ഭദ്രൻ, ബ്ലെസി, റോഷൻ ആൻഡ്രൂസ്, സിദ്ദിഖ്, ഇവരുടെ എല്ലാ വീടുകൾ. ഹായ് മറിയാമ്മ മാം. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. സുഖം തന്നെ. മാം, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് മാമിൻ്റെ ബിസിനസ്സും മാമിനെ കുറിച്ചൊക്കെ ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരാമോ? I am Arima Pais, proprietors, Classic Art Lamps, Classic Architecture Lighting and D-Craft. D-Craftനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഡിസ്ട്രസ്ഡ് റെയിൽവേ വുഡ്, അതായത് റസ്റ്റിക്കും ഒരു റഫ് ഫിനിഷും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും എല്ലാം ഒരു കുഴപ്പവും പറ്റാത്തതുകൊണ്ട് എക്സ്റ്റീരിയർ യൂസിന് ഭയങ്കര നല്ലതാണ്. അത് നമ്മുടെ ഇപ്പം സ്വിമ്മിംഗ് പൂൾ ഡെക്ക്, അതുപോലെ ഗാർഡൻ ലാംപ്സ്, ഗാർഡൻ ചെയർസ്, വോൾ ക്ലാഡിങ്സ്, വുഡൻ നെയിം ബോർഡ്സ്, ഈവൻ വുഡൻ ഗേറ്റ്സ് വരെ നമുക്കതുകൊണ്ട് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇൻറ്റീരിയർ ഡെക്കോർ ഐറ്റംസും ചെയ്യാം. ഇനി ലാംപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിത് 1968, അത് 58 ഇയേഴ്സായിട്ട് ഞങ്ങൾ ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ 3rd ജനറേഷനാണ് ഇത് റൺ ചെയ്യുന്നത്. ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഇതിന് ക്വാളിറ്റി ബേസ്ഡ് നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. മാം, ഇത് സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മാം ഇതൊരു ഫാമിലി ബിസിനസ് ആയിരുന്നു, അതോ ഇതിലേക്ക് എങ്ങനെയാണ് മാം ഇതിലേക്ക് എത്തി വന്നത്? ഇത് എൻ്റെ ഫാദർ ഇൻ ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമുക്ക് കേരളത്തിൽ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു നമ്മൾ മേടിച്ച് വിൽക്കുമല്ലായിരുന്നു. അന്നേരം ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഒരു ഐഡിയ തോന്നി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. മാം എങ്ങനെ ഇതിലേക്ക് വന്നത്? മാമിൻ്റെ ഇൻട്രസ്റ്റ് ഇത് തന്നെയായിരുന്നു? ചെറുപ്പം മുതൽ ഒരു ബിസിനസ്സൊക്കെ സ്വപ്നം കണ്ടു വന്ന ഒരാളായിരുന്നു? അല്ല, ഒരിക്കലുമല്ല. ഞാൻ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വന്ന. എൻ്റെ നാട് കാഞ്ഞിരപ്പള്ളിയാണ്. അവിടെ മുഴുവൻ പ്ലാന്റേഷൻസാണ്. ഇവിടെ ഞാൻ ബിസിനസ്സിൽ വന്ന് എനിക്ക് പണ്ട് മുതലേ ഇച്ചിരി ഓരോന്നൊക്കെ ഇങ്ങനെ കലാപരമായിട്ടൊക്കെ ചെയ്യാൻ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഡിസൈൻ ചെയ്തു അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ആദ്യം തന്നെ ഞാനൊരു നമ്മൾ ഈ ടേബിൾ ലാംപ്സിനും പെഡസ് ലാംപ്സിനും ഒക്കെ വെക്കുന്ന ഈ ഫാബ്രിക് ഷെയ്ഡ് ഒരെണ്ണം അഴിച്ചെടുത്ത് ഞാൻ തന്നെ അത് ചെയ്ത് പഠിച്ചു. പിന്നെ ഓർഡർ കിട്ടുമ്പോഴെല്ലാം ഞാനായിരുന്നു ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം എന്താണ് മാം ഡിഫറൻസ് വരുന്നത് ഈ പഴയ ലൈറ്റും ഇപ്പോഴത്തെ ലൈറ്റിങ്ങും? കുറേ ഡിഫറൻസ് ഉണ്ട്, ബട്ട് എന്താണ് എക്സാക്ട് ഡിഫറൻസ്? ഇപ്പോഴെന്ന് പറയുന്ന ഒരു ഹ്യൂമൻ സെൻട്രിക് ലൈറ്റിങ്ങിൻ്റെയും ഓട്ടോമേഷൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. പണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, അങ്ങനെ ഒരു യന്ത്രം മാത്രമായിട്ടാണ് നമ്മൾ ലൈറ്റിനെ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല. ലൈറ്റ് ഒരു അനുഭവമാണ്, ഒരു ഫീലിംഗാണ്, ഒരു മൂഡാണ്. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം സ്വാധീനിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്. അത് നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ഉറക്കത്തെയും വരെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ഈ ആർക്കിടെക്ട്സും ക്ലയൻസും ഒക്കെ ലൈറ്റിന് ഇത്രയും ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാം ഒരു ടേം യൂസ് ചെയ്തായിരുന്നു, ഹ്യൂമൻ സെൻട്രിക് ലൈറ്റിംഗ്. അത് എന്തുവാണ്? ലൈക്ക് എക്സാക്ട്ലി എന്താ? ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്? ഈ ഹ്യൂമൻ സെൻട്രിക് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയായ പ്രകൃതി തരുന്ന ആ ഒരു വെട്ടം തന്നെ നമ്മുടെ വീടുകളിൽ ആ ഓരോ സമയത്തും കിട്ടുന്ന ഒരു ടെക്നിക്കാണ്. അത് ഓട്ടോമേഷൻ വഴിയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയം, പകലത്തെ സമയം, അപ്പം നമുക്കൊരു ബ്ലൂയിഷ് വൈറ്റ് ലൈറ്റാണ് കിട്ടുന്നത്. അതൊരു 6500K. അത് നമ്മളെ ഉണർത്തുന്നു, നമുക്ക് ഊർജം തരുന്നു, നമ്മൾക്ക് എല്ലാ തരത്തിലും ആ ഒരു ലൈറ്റാണ് അന്നേരം നമുക്ക് കിട്ടുന്നത്. അതേസമയം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും സൂര്യൻ്റെ നിറം തന്നെ മാറുന്നു. അന്നേരം അത് 4000K ആണ്. അതൊരു നാച്ചുറൽ വൈറ്റ് ലൈറ്റ്, അതായത് നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളൊരു ലൈറ്റ് മോഡാണത്. പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന ഈവനിങ് ടൈമിലെ അത് 3000K ആണ്. അത് നമുക്ക് കൂടുതൽ ആംബിയൻസ് തരുന്നു, നമ്മളെ കൂടുതൽ കൂളാക്കുന്നു, റിലാക്സ്ഡ് ആക്കുന്നു, നമ്മളെ ഉറക്കത്തിലേക്ക് ഒരുക്കുന്നു. അതാണ് ഈ ഹ്യൂമൻ സെൻട്രിക് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഹ്യൂമൻ സെൻട്രിക് ലൈറ്റിംഗ് ഒരു
എസ്തെറ്റിക് അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി മാത്രമല്ലാണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടോ ഇതിന്? പണ്ടൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലെ ICUയിലൊക്കെ ഈ 6500K ലൈറ്റായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് ശരിക്കും രോഗികളുടെ ഉറക്കത്തെയൊക്കെ ഒത്തിരി ബാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും മറ്റേ ഹ്യൂമൻ സെൻട്രിക് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫാക്ടറികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ 6500K തന്നെ ഉപയോഗിക്കണം. എന്നുവെച്ചാൽ അവർ നമ്മുടെ ലേബറേഴ്സിനെ ആക്റ്റീവ് ആക്കണം, അവർക്ക് നല്ല എനർജി വേണം, നല്ല പ്രൊഡക്ഷനും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെയാണെങ്കിൽ 4K മതി. അത് നമ്മുടെ നാച്ചുറൽ ലൈറ്റ്. നമ്മളൊരു പുറത്ത് പോയി സൺലൈറ്റ് നോക്കുമ്പം നമുക്ക് എടുത്ത മെറ്റീരിയലിന് നിറം മാറി ചതിവ് പറ്റിയെന്ന് തോന്നരുത്. അതേസമയം ലക്ഷൂറിയസ് ഹോട്ടൽസിലും റിസോർട്ട്സിലും ഒക്കെ 3000K ലൈറ്റ് മതി. അത് കൂടുതൽ ആംബിയൻസ് വേണം, കുറേ റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു ലൈറ്റ് മോഡാണ് 3000K. മാം, ഈ ഓട്ടോമേഷൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് എന്താണ് ശരിക്കും? ഓട്ടോമാറ്റിക്കലി ലൈറ്റ്സ് മാറുവാണോ, അതെങ്ങനെയാണ്? ഓട്ടോമേഷൻ എന്ന് വെച്ചപ്പം നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, നമ്മുടെ മൂഡ് മാറും. അതേസമയം നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്താൽ നമ്മൾ അവിടുത്തെ ആംബിയൻസ് തന്നെ മാറും. നമ്മളൊരു ലൈറ്റിനോട്ട് കമാൻഡ് കൊടുത്താൽ ലൈറ്റ് അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഓട്ടോമേഷൻ അതാണ് ഇപ്പോഴത്തെ ലൈറ്റിങ് ശരിക്കും. സോ മാം, ഇപ്പോൾ ഈ പറഞ്ഞ ലൈറ്റിംഗ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്, ലൈക്ക് ഭയങ്കര സ്കോപ്പ് ഭയങ്കര വൈഡാണ്. അപ്പോൾ ഒരു പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ടു റിക്വയർമെൻറ്റ് വേറെ വേറെ, ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്? എല്ലായിടത്തും പോയിട്ട് ഇത് എങ്ങനെ ഇത് ശരിയാവുന്നത്? അത് ശരിക്കും ഞങ്ങൾക്ക് കൺസൾട്ടൻസി ഓട്ടോമേഷൻ ഉണ്ട്. അന്നേരം അവിടെ പോയി നമ്മൾ അവരുടെ സ്പേസ് സ്റ്റഡി ചെയ്യും, അവരുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റഡി ചെയ്യും, അവരുടെ പേർപ്പസ്, അവരുടെ യൂസേജ്, അവരുടെ ഓരോ റൂമിനും വേണ്ട നീഡ്സ് എന്നാന്നെല്ലാം സ്റ്റഡി ചെയ്ത് അതനുസരിച്ചുള്ള ലൈറ്റാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ ശരിക്കും ലൈറ്റ് ഡിസൈൻ ചെയ്യില്ല, അവരുടെ ലൈഫ് തന്നെ സ്റ്റഡി ചെയ്ത് അവരുടെ അനുഭവങ്ങളെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അനുഭവങ്ങളെയാണ് മാം ഡിസൈൻ ചെയ്തത്. മാമിൻ്റെ മേജർ ക്ലയൻസ് മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ ഉണ്ടെന്നാണല്ലോ കേട്ടത്. ശരിക്കും അങ്ങനെ തന്നെയാണോ? അതെ, മമ്മൂട്ടിയുടെ വീടുകളിലെയും മോഹൻലാൽ വീട്, ശ്രീനിവാസൻ, പൂർണിമയുടെ ഇന്ദ്രജിത്തിൻ്റെയും വീട്, പിന്നെ നമ്മുടെ ഫിലിം ഡയറക്ടേഴ്സായ ഭദ്രൻ, ബ്ലെസ്സി, റോഷൻ ആൻഡ്രൂസ്, സിദ്ദിഖ്, ഇവരുടെ എല്ലാ വീടുകൾ. നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആകുമ്പോൾ തന്നെ ഒബ്വിയസ്ലി നമുക്ക് കുറേ സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു ബിസിനസ് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിന് മുമ്പ് തന്നെ. മാം, എങ്ങനെയായിരുന്നു അതൊക്കെ ഫേസ് ചെയ്തത്? എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് നമുക്ക് ഈ ബിസിനസ് ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഞങ്ങൾ ഈ ബിസിനസ്സിലെല്ലാം വന്ന് ഒരുപാട് നല്ലപോലെ കയറി വന്ന ഒരു സമയത്ത് എനിക്കിങ്ങനെ കടമെടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ലോൺ എടുത്തിരുന്നതെല്ലാം ഞാൻ അടച്ചൊക്കെ തീർത്ത് വലിയ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് 2003 ഭയങ്കര ഒരു തീകത്തലുണ്ടായി ഞങ്ങളുടെ ഫാക്ടറിയിൽ. ഞങ്ങളുടെ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിരുന്ന ഒരു ഗോഡൗൺ മുഴുവൻ കത്തി, ഒരു സാധനം പോലും കിട്ടിയില്ല. അന്ന് ഇച്ചിരി നല്ല ഡൗൺ ആയിരുന്നു. പക്ഷേ നമുക്ക് എൻ്റെ ഹസ്ബൻഡും മദർ-ഇൻ-ലോയും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നമ്മുടെ പണിക്കാർക്കാർക്കും ഒന്നും പറ്റിയില്ല, നമ്മുടെ കുറേ സാധനങ്ങൾ പോയെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ക്ലയൻസൊക്കെ ഇത് അറിഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങളിത് നിർത്തിപ്പോകരുത് എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഒരു അഭിമാനമായി നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടുതൽ എൻകറേജ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ സപ്ലയേഴ്സ് ആണെങ്കിലും പറഞ്ഞു ഞങ്ങൾ എത്ര വേണേലും കടം തരാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തന്നെ പറന്നുയർന്നു. എന്താണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അഡ്വൈസ് എന്തായിരുന്നു? നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിൽ ഏതൊരു ബിസിനസ്സിൽ തന്നാലും നമുക്ക് ആദ്യമൊന്നും വലിയ ലാഭമൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മളത് മനസ്സും അടുത്ത് മാറരുത്. എന്നാൽ നമ്മൾ അതിനകത്ത് തന്നെ നിന്ന് എങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് ബിസിനസ്സിലും നമുക്ക് വിജയിക്കാം. മാം, ബെന്നിൻ്റെ മെമ്പർ മാത്രമല്ല പ്രസിഡന്റ് കൂടിയാണ്. സോ എങ്ങനെയാണ് മാം ബെന്നിൻ്റെ പ്രസിഡന്റ് ആയതും പിന്നെ എങ്ങനെയാണ് മാമിനെ ബെൻ സപ്പോർട്ട് ചെയ്തത്? മാമിൻ്റെ ഗ്രോത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? എന്താണ് അതിൻ്റെ പുറകിലെ കഥ? ഞാൻ ശരിക്കും
ഒരു 55 വർഷം വരെ ഞാൻ ഒരു സൊസൈറ്റി ഒരു ഇതിൽ ഞാൻ ബിസിനസ്സിൽ മാത്രം ഓടി നടന്നിരുന്നൊരു സ്ത്രീയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ വെന്നെന്നൊരു സംഘടന കേട്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് നല്ലതായിട്ട് തോന്നി. ഞാൻ അതിനകത്ത് ചേർന്നു. ഞാൻ അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ചെയറുമായി. പക്ഷേ അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയ സന്തോഷം എന്ന് വെച്ചാൽ, എനിക്ക് 3 ആൺമക്കളായിരുന്നു. എനിക്ക് പെൺമക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇത്രയും പെൺമക്കളെ കിട്ടിയ ഒരു വലിയൊരു സന്തോഷമായിരുന്നു. പക്ഷേ അവരുടെ ഓരോ കാര്യങ്ങൾ ഞാൻ എല്ലാവരെയും വിളിച്ച് ഞാൻ സംസാരിക്കുകയും അവരുടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് അവർക്ക് ഞാനൊരു അമ്മയെ പോലെയായിരുന്നു. പിന്നെ അത് ഞങ്ങളുടെ വെന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചെറിയ ബിസിനസ്സുകാരും ഉണ്ട്, വലിയ ബിസിനസ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുപോലെ അവരുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ കോട്ടയം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമാണ്. അവരത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കിപ്പം ഗവൺമെൻറ്റുമായിട്ടുള്ള ഡീലിങ്സിനുള്ളപ്പോൾ ഇതുപോലും എല്ലാം ഹെൽപ്പ് ചെയ്യാനും, അതുപോലെ നമ്മൾ കുഞ്ഞൊരാവശ്യം ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടാൽ അത് റെസ്പോണ്ട് ചെയ്യാൻ 5-6 പേരാണ്. അതുപോലെ ഈ 6 ഡിസ്ട്രിക്റ്റിലുണ്ട് ഇപ്പം. അവിടെ നമ്മൾ എന്താവശ്യം ഇപ്പം തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഒക്കെ പോകുമ്പോൾ നമ്മളൊരു ആരും ചോദിച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിട്ട് ആൾക്കാർ. അത് നല്ലൊരു സംഘടനയായിട്ട് ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ഓക്കെ മാം, ബിഫോർ വി വൈൻഡ് അപ്പ്, നമുക്ക് ആരെങ്കിലും നമുക്ക് മാമിൻ്റെ ബിസിനസ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാമിൻ്റെ പ്രൊഡക്ട്സ് നോക്കാനോ താല്പര്യം എങ്ങനെ നമ്മൾ മാമിനെ റീച്ച് ചെയ്യേണ്ടത്? ഹൗ ക്യാൻ വി റീച്ച് യു? ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും വെബ്സൈറ്റിലും ഒക്കെ ക്ലാസിക് ആർട്ട് ലാംപ്സ് അടിച്ചു നോക്കിയാൽ ഞങ്ങൾ കൊടുത്ത കുറേ പ്രോജക്ട്സിൻ്റെ അതിനകത്തെ ഫോട്ടോസും ഞങ്ങളുടെ ഫോൺ നമ്പറും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും എറണാകുളത്ത് ഓഫീസുണ്ട്. ചങ്ങനാശ്ശേരിയിലും കോയമ്പത്തൂരും ഒക്കെ ഞങ്ങൾക്ക് യൂണിറ്റ്സ് ഉണ്ട്. അവിടെ നിങ്ങൾ തരുന്ന ഡിസൈൻ, നിങ്ങൾ പറയുന്ന ഫിനിഷിൽ എക്സ്റ്റീരിയറിലാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും എന്ത് തരം ലൈറ്റ്സും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. നിങ്ങൾ ഏത് അളവിൽ എത്ര വലുത് പറഞ്ഞാലും ഷാൻലിയേഴ്സോ വാൾ ഫിറ്റിങ്സോ ഗാർഡൻ ലാംപ്സോ എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ഞങ്ങൾക്ക് LED എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മോർ ദാൻ 25 ബ്രാൻഡ്സ് ഓഫ് LED ഉണ്ട്. അത് 1 year to 5 year വാറൻറ്റി വരെ ഉള്ളതുണ്ട്. Okay, ma'am. Thank you for sharing your experience. Thank you. Inspiring story. Thank you.